Good afternoon. Good afternoon, Miss. Ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡ് കഴിച്ചിട്ടാണോ വെയർ ചെയ്ത്? മിസ്സേ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ മിസ്സേ. മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴേ പോളിഫാർമസി എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓപ്ഷൻ അതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ റോങ് മെഡിസിൻ ആണ്. റോങ് മെഡിസിൻ ആണോ? ടു മെനി മെഡിസിൻ അല്ലേ? അല്ല, റോങ് മെഡിസിനാ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങട്ടെ കേട്ടോ, അവിടെ തിരുത്താൻ പറയാം. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെയാണോ കിട്ടിയിരിക്കുന്നത്? ഞാൻ ടു മെനി മെഡിസിൻസ് ആണ് ഓപ്ഷനിൽ കൊടുത്തത്, പക്ഷെ അത് റോങ് ആൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഗിവിംഗ് റോങ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആൻസർ കൊടുത്തേക്കുന്നത്. അതെ അല്ലേ? ഓക്കെ. ഞാൻ എന്തായാലും 3:30 അവിടെ ചെന്നിട്ട് പറയാട്ടോ അവരോട്, തിരുത്താട്ടോ. ടെൻഷൻ ആവണ്ട, ചെയ്തോളാം. ടു മെനി മെഡിസിൻ ആണ് കേട്ടോ ആൻസർ വരുന്നേ. ഒന്നിലധികം മരുന്നുകൾ കൊടുക്കുന്നതല്ലേ? ഓക്കെ. അപ്പൊ ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ആണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. Page number 29. Module 1, page number 29. അപ്പോ ഹോസ്പിറ്റലില് OPD അസിസ്റ്റന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഉണ്ട്. അവര് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ജോലിയെ കുറിച്ചിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മള് സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? OPD-യിൽ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെയാണ് OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരുടെ ജോലി നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് പോയിന്റ്, അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങള് OPD-യിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. OPD-ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് അത്യാവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് OPD-യിൽ അറേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, directing patients from one place to other place inside the hospital. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആരായാലും അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അതായത് കൃത്യമായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ജോലിയാണ്. അതായത് വരുന്ന പേഷ്യൻസിന് ഇപ്പൊ വഴി അറിയില്ലെങ്കിൽ, ഇപ്പൊ സൈൻ ബോർഡൊക്കെ നോക്കിയിട്ടും അവർക്ക് വ്യക്തമായിട്ട് വഴി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ OPD അസിസ്റ്റന്റ് ആണ് പേഷ്യൻസിന്റെ കൂടെ പോയിട്ട് അവർക്ക് എവിടെയാണോ ചെല്ലേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുചെന്നെത്തിക്കുക. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. അതായത് ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് ചില പേഷ്യൻസിന് ചിലപ്പോ നമ്മുടെ ലാംഗ്വേജ് ചിലപ്പോൾ യൂസ്, ഇപ്പോ നമ്മളുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലാണ് ആളുകൾ വരുന്നതെങ്കിൽ
ഇപ്പൊ പല ആളുകളുണ്ടല്ലോ, ബംഗാളികളുണ്ട്, ബീഹാറികളുണ്ട്, അല്ലെ? അവർക്കൊക്കെ ചിലപ്പോൾ മലയാളം യൂസ് ചെയ്യാനോ അത് മനസ്സിലാക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ ഭാഷ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കാനായിട്ട് അവരുടെ ഭാഷ തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിലെ വേറൊരു സ്റ്റാഫ് ആണെങ്കിലും അവരുടെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇപ്പൊ ബംഗാളി, ബീഹാറി പോലുള്ള ഭാഷകള് മറ്റ് സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതായത് അവര് പറയുന്ന കാര്യം മലയാളത്തിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് രീതിയിലും ഇങ്ങനെ വരുന്ന, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കും ട്രാൻസ്ലേഷൻ ആവശ്യമെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. Then next point, passing case sheets to other departments. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കേസ് ഷീറ്റുകൾ എന്താ പറയാ പാസ് ചെയ്യാം. ഓക്കെ, കേസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതായത് ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ. അപ്പോ അത് പാസ് ചെയ്യാന്നുള്ളതും OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. Then explaining basic details like medicines, treatment and reasons for waiting to the patients. പിന്നെ ചില ബേസിക് ഡീറ്റെയിൽസ്, ചില അടിസ്ഥാന വിവരങ്ങളുണ്ട്, അതായത് മെഡിസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, അതുപോലെ ട്രീറ്റ്മെന്റ്, ചികിത്സയെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, പിന്നെ റീസൺ ഫോർ വെയിറ്റിംഗ്. ചില സമയങ്ങളിൽ കൂടുതലായിട്ട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം OPD-യില്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ ഒക്കെ വ്യക്തമാക്കേണ്ടത് ആരാണ്? OPD അസിസ്റ്റന്റ് ആണ് കേട്ടോ. ചില മരുന്നുകളെ കുറിച്ചും അതുപോലെ തന്നെ ചില ചികിത്സകളെ കുറിച്ചും പിന്നെ കാത്തിരിപ്പ് സമയം എന്താണ് എത്ര മാത്രം ദീർഘിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് OPD അസിസ്റ്റന്റ് ആണ്. The next one, assist to open new medical record. അതായത് പുതുതായിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ്, പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കാനും OPD അസിസ്റ്റന്റ് റെഡിയാണ്. ഇപ്പൊ ചിലപ്പോ ചില പേഷ്യൻസിന് ചിലപ്പോ ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി എന്താ പറയാ നമ്മള് ചെയ്യില്ലേ, അതായത് നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഇലക്ട്രോണിക്കൽ ആണെങ്കിൽ, അതായത് ഫോം ഇല്ലാതെ ഇലക്ട്രോണിക്കലി ആണ് നമ്മളൊരു ഫയൽ ഓപ്പൺ ആക്കുന്നതെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചില പേഷ്യൻസിന് അറിയാൻ പറ്റില്ല. അപ്പൊ അവരെ സഹായിക്കാനൊക്കെ ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ് നിൽക്കുന്നത്. Then next one and last, ensure customer satisfaction. കസ്റ്റമറിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ, സന്തോഷവാനാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് OPD അസിസ്റ്റന്റ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, then ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ കുറേയധികം വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പേഷ്യന്റ് ID, പേഷ്യന്റ് ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഡേറ്റ്. അതായത് രജിസ്ട്രേഷൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോർമാറ്റ് കിടക്കുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ജെൻഡർ, ഓക്യുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അഡ്രസ്, സിറ്റി, കൺട്രി, പിൻ, കോണ്ടാക്ട് നമ്പർ. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ എന്തിലുണ്ടാകും? ഈ ഒരു സിസ്റ്റത്തില് കിടപ്പുണ്ടാവും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫിൽ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ഇത് രണ്ടും ഒന്ന് റീഡ് ചെയ്യൂ.
റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണെന്ന് നോക്കാം. എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ് എ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് is a customer service centered employee who essentially greets. ഇപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പേരുകളുണ്ട്. ഓക്കെ, ഇപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് രീതികളിലാണ് അദ്ദേഹം അറിയപ്പെടുക. ഒന്ന് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഇദ്ദേഹം ഒരു കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ്. അതായത് കസ്റ്റമേഴ്സ് അഥവാ പേഷ്യൻസിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് സർവീസ് ചെയ്യുന്ന, സേവനം അനുഷ്ഠിക്കുന്ന, അവർക്ക് വേണ്ടി സേവനം കൊടുക്കുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണ് ആര്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, ഇപ്പൊ പേഷ്യൻസിനും റിലേറ്റീവ്സിനും നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുന്ന ജീവനക്കാരനാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി എന്താ? അവിടെ വരുന്ന ആളുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ജോലിയാണ്. അപ്പോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ഓർ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി. കസ്റ്റമേഴ്സിന് മാത്രം, അവരെ മാത്രം എന്താ പറയാ, അവരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ക്ലിയർ ആണോ? ആർക്കും അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതും അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, ഇവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Guest relation representatives are available to assist patients and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital services. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നു, പേഷ്യൻസിനെ സഹായിക്കുന്നു, ഫാമിലിയെയും അസിസ്റ്റ് ചെയ്യുന്നു. അതായത് അവിടെ വരുന്ന പേഷ്യൻസ്, അവരുടെ ഫാമിലീസ്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. എങ്ങനെയാണ് ഇയാൾ സഹായിക്കുന്നത്? അതായത് ഇപ്പൊ പേഷ്യൻസിനായാലും ഫാമിലീസിനായാലും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അല്ലെ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പേഷ്യൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും അല്ലെ, പലതരം കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. ചിലപ്പോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസിനെ കുറിച്ചിട്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിനിങ് ഹോസ്പിറ്റൽ പോളിസീസ് പേഷ്യൻസിനും റിലേറ്റീവ്സിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓരോ ഹോസ്പിറ്റലുകളിലും ജനറൽ ആയിട്ട് ചില പോളിസീസ് ഉണ്ടെങ്കിൽ കൂടിയും ചില ഹോസ്പിറ്റലുകളിൽ എന്താണ്, വ്യത്യസ്തമായിട്ടായിരിക്കും അവിടെ പോളിസികൾ ഉണ്ടാവുക. അതായത് നയങ്ങളും നടപടിക്രമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഓരോ ഹോസ്പിറ്റലിനും ഓരോ രീതിയിലാണ് ഹോസ്പിറ്റൽ പോളിസീസ് ഉണ്ടാവുക. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവരോട് ഹോസ്പിറ്റൽ പോളിസി അല്ലെങ്കിൽ അവിടെ പിന്തുടരുന്ന നയങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കേണ്ടത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് ആര് നൽകുന്നുണ്ട്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ നൽകുന്നുണ്ട്. ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതും ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, ഇപ്പൊ പേഷ്യൻസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് എന്ത് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്ത് സംശയങ്ങൾ ഉണ്ട് അതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന വ്യക്തി കൂടിയാണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. രണ്ടാമത്തെ പോയിന്റ്,
attend enquiries requested by the guest, customers or foreign patients regarding facilities provided and everything else. അതുപോലെ തന്നെ ഗസ്റ്റുകൾ, അതായത് അതിഥി എന്ന് പറയുന്ന ആരെ തന്നെയാ? പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആകാം, അല്ലെങ്കിൽ ഫോറിൻ പേഷ്യൻസ് ആകാം. അവരെന്തെങ്കിലും അന്വേഷണം നടത്തുവാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, then മൂന്നാമത്തെ പോയിന്റ്, check if adequate welcome facilities are available for everyone whose arrival is on the list. അതുപോലെ തന്നെ ആശുപത്രിയിൽ വേണ്ടത്ര രീതിയിലുള്ള വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോ? അതായത് പേഷ്യൻസിനെ ആയാലും വിസിറ്റേഴ്സിനെ ആയാലും അവരെ സ്വീകരിക്കാനുള്ള വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, അതായത് ലിസ്റ്റ് അനുസരിച്ച് നമുക്കറിയാം പേഷ്യൻസ് ഒക്കെ വരുന്നതിന് ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരു ക്രം ഉണ്ട് അല്ലെ? അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകളിൽ. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. Then fourth point, attend to VIPs, very important person with more attention. ഇനി ഹോസ്പിറ്റലിൽ വരുന്ന ചില VIP കളുണ്ട്, അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് അല്ലെ? ഈ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ അഥവാ VIP നെ നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. ചിലപ്പോ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരിക്കാം, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം അല്ലെ? പല പല മേഖലയിൽ നിന്നുള്ള വ്യക്തികളെയാണ് നമ്മൾ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ അഥവാ VIP എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അവര് വന്നു കഴിഞ്ഞാല് അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ അറ്റൻഷൻ കൊടുക്കാറുണ്ടോ അവര് വന്നു കഴിഞ്ഞാല്? കൊടുക്കാറുണ്ടല്ലേ? അത് ഇവരുടെ ഭാഗമായിട്ട്, അവരുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെ മോർ അറ്റൻഷൻ കൊടുക്കുന്നത് അല്ലെ? ചില ആളുകൾ വരുമ്പോൾ നമ്മള് അറിയ പോലുമില്ല അവര് വന്നു പോയി എന്നുള്ളത്. ചിലപ്പോ അവര് വന്നു പോയിട്ടായിരിക്കും നമ്മൾ അറിയുന്ന ഈ ഒരു വ്യക്തി ഇവിടെ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. വളരെ രഹസ്യമായിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് അല്ലെ? അതായത് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പെട്ടെന്ന് മരുന്ന് മേടിച്ച് തിരിച്ചു പോവാം. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആരാ ചെയ്തു കൊടുക്കുന്നത്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്നു കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ അറിയില്ല, ചിലപ്പോ അവര് വന്നു പോയിട്ടുള്ള കാര്യം പോലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അല്ലെ? ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ രഹസ്യമായിട്ട് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിലാണ് എന്ത് കൊടുക്കുന്നത്? അവർക്ക് സർവീസ് കൊടുക്കുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ അത്തരത്തിലുള്ള വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസിന് ഒരു എന്താ പറയാ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ. Then maintain a polite and humble personality while attending to the guest. പിന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻസ് വരുമ്പോൾ വളരെ ഹംബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെ? അതായത് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ സൗമ്യമായിട്ട് പെരുമാറണം. ആ ഒരു പെരുമാറ്റ രീതി നിലനിർത്തേണ്ടത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ വന്ന പാടെ തന്നെ പേഷ്യൻസോട് ചാടിക്കടിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല.
എത്ര എന്താ പറയാ ഇപ്പൊ ചില പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ പല പേഷ്യൻസ് ഉണ്ട്. ചിലവർ ഭയങ്കര ചൂടന്മാരായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള രോഗികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വളരെ മാന്യമായിട്ട് വേണം, അല്ലെങ്കിൽ വളരെ എന്താ പറയാ സൗമ്യമായിട്ട് വേണം അത്തരത്തിലുള്ള പേഷ്യൻസിനോട് ഇടപെടാൻ. അപ്പോ ആ ഒരു പെരുമാറ്റ രീതി നിലനിർത്തുക. Then next one, provide a detailed description of all the information that can be potentially asked for along with the document needed. പിന്നെ ആവശ്യമായിട്ടുള്ള വിവരങ്ങളും രേഖകളും മുൻകൂട്ടി ഒരുക്കി നൽകുക. അതായത് ചിലപ്പോൾ പേഷ്യൻസിന് ചിലപ്പോ ചില വിവരങ്ങൾ, ചില ഡീറ്റെയിൽസ്, അതായത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആവശ്യം വന്നേക്കാം, അല്ലെങ്കിൽ ചില ഡോക്യുമെന്റുകൾ ആവശ്യം വന്നേക്കാം. അപ്പോ ഇത് പേഷ്യന്റ് ആവശ്യപ്രകാരം തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി അത് അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. The next one, take care of each and everything the guest might need and for to avoid a last minute rush. Okay, അതായത് അവസാന നിമിഷത്തെ തിരക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ അറിയാം. അതായത് ഇപ്പൊ നമ്മളുടെ തന്നെ കാര്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങളും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത്, ഇന്നത്തേക്ക് നമ്മൾ ഇന്നലെ തന്നെ കുറെ അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറെ അധികം സമയം ലാഭിക്കാനായിട്ട് പറ്റും അല്ലെ. പറ്റില്ലേ? പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് സമയത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ലേ? നിങ്ങളോട് ചോദിക്കുന്നത് പറ്റും, അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് സമയക്രമം അനുസരിച്ചിട്ട് നിരാമണ്ണം അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു തിരക്കുകളും മറ്റു പേഷ്യൻസിന്റെ തിരക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോ ലാസ്റ്റ് മിനിറ്റ് സമയത്തെ ആ ഒരു തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ മുൻകരുതലുകൾ എടുക്കുക. Then next one, check the amenities for their quality and proper provision to leave no ground for complaints. അതുപോലെ തന്നെ ആശുപത്രി സൗകര്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുക. ആശുപത്രിയിൽ എത്രത്തോളം സൗകര്യങ്ങളാണ്, ഫെസിലിറ്റീസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് രോഗികൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. നെക്സ്റ്റ്, ensure maintenance of proper information in the database. ഇനി വിവരങ്ങള്, ഇൻഫോർമേഷൻസ് ഡാറ്റാബേസിൽ സൂക്ഷിക്കുക. അതായത് കമ്പ്യൂട്ടറിൽ വിവരങ്ങള് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മള് രേഖകളും ഡോക്യുമെന്റുകളുമായിട്ട് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ വേണം വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും നമുക്കറിയാം സിസ്റ്റത്തിലാണ് എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പോ അതായത് വിവരങ്ങൾ, ഇൻഫോർമേഷൻസ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം? അതായത് സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് വെക്കണം. ഓക്കെ. Then next, work in close contact with the manager and get in touch with him whenever needed. അതുപോലെ തന്നെ മാനേജറുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുക, ഒരു കോണ്ടാക്ട് ഉണ്ടാവുക, അത് ആവശ്യമായിട്ട് വരും. ജോലിയുടെ ഭാഗമാണ്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ. ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹവുമായിട്ട് ജോലിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോവുക. ജോലി സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജറുമായിട്ട് നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് വെക്കുകയും അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പോവുകയും ചെയ്യേണ്ടത്. Then last point, have a thorough knowledge of hospital, medical and non-medical departments and its functioning. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ വിഭാഗമുണ്ട്, നോൺ മെഡിക്കൽ വിഭാഗമുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതും ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കെ ആണ്. 8th പോയിന്റോ? അതായത് ആശുപത്രിയുടെ സൗകര്യങ്ങൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്രമാത്രം ഫെസിലിറ്റീസ് ആണ് രോഗികൾക്ക് ഒരുക്കി കൊടുക്കുന്നത്, അതൊക്കെ പ്രോപ്പർ ആണോ, അവിടെ അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഗസ്റ്റ് കളക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ചിലപ്പോ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചെയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. കുറേയധികം ഫെസിലിറ്റീസ് ഇല്ലേ രോഗികൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, മനസ്സിലായോ ലിജി? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഇനി? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യാം അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ ഏതായിരിക്കും? ഗസ് ചെയ്യാമോ? No idea. വെരി ഗുഡ് ആതിര. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 9 ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതൊന്ന് റീഡ് ചെയ്തോളൂ. ആ ഫസ്റ്റ് പേജ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യൂ. പേജ് നമ്പർ 45. പേജ് നമ്പർ 45.
എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? നമ്മളിപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പഠിച്ചത്. ഇപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ? കമന്റ് ചെയ്യാമോ? എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കിടത്തുന്ന സ്ഥലമാണ് അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. അതായത് കിടത്തി ചികിത്സ ആവശ്യമുള്ള പേഷ്യൻസിനെ അലോ ചെയ്ത് അല്ലെങ്കിൽ അവരെ എന്താ പറയാ കിടത്തിയിരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ രോഗി വരുന്നു, അതായത് കിടത്തി ചികിത്സയിൽ അല്ലാതെയുള്ള പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. എന്നാൽ കിടത്തി ചികിത്സ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കിടത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. First point, indoor patients department IPD mentions the areas of the hospital where patients are accommodated after being admitted based on doctors' specialist assessment from the outpatient department, emergency services and ambulatory care. ഇൻഡോർ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഏരിയയാണ്. അവിടെ പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു ശേഷം? അഡ്മിഷന് ശേഷം. എന്തിന്റെ ബേസിലാ? ഡോക്ടറിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ അസസ്മെന്റില്. അത് ചിലപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എമർജൻസി സർവീസിൽ നിന്നോ ഉള്ള പേഷ്യൻസിനെ ആയിരിക്കാം ചിലപ്പോ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എമർജൻസി സർവീസിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. എമർജൻസി സർവീസിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഡോക്ടേഴ്സ് ഓർ സ്പെഷ്യലിസ്റ്റ് അസസ്മെന്റ്, ഓക്കെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗികളെ അഡ്മിറ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ത് പറയാ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയണോ? എമർജൻസി സർവീസിൽ നിന്നോ, ഒന്നില്ലെങ്കിൽ രോഗി വരുന്നത് ചിലപ്പോ അത്യാഹിത വിഭാഗത്തിൽ നിന്നായിരിക്കാം. ഓക്കെ, ചില പേഷ്യൻസ് എമർജൻസി ആയിട്ട് ചില പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആക്കില്ല, പകരം അഡ്മിറ്റ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് എമർജൻസി സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി സർവീസിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, അതായത് രോഗി ഡോക്ടറെ കാണാൻ വന്നു, ഡോക്ടർ അദ്ദേഹത്തിന് അഡ്മിഷൻ കൂടിയേ എന്ന് തീരൂ എന്ന് നിശ്ചയിച്ചു, ആ സമയത്ത് എന്ത് ചെയ്യും? അയാളെ അഡ്മിറ്റ് ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് അവിടെ രണ്ട് കാര്യങ്ങളും പറയുന്നത്. എമർജൻസി സർവീസിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. വെറുതെ ആർക്കെങ്കിലും പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ പറയുകയാണ് അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് അഡ്മിറ്റ് ആക്കുമോ എന്ന് പറഞ്ഞാൽ അവർ അഡ്മിറ്റ് ആക്കുമോ? ആക്കോ? എന്ത് വേണം? ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം വേണം അല്ലെ. ഡോക്ടർ എഴുതണം, അഡ്മിറ്റഡ് എന്ന് എഴുതണം അല്ലെ. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ത്? ഈ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. രണ്ടാമത്തെ പോയിന്റ്, an IPD is a part of healthcare facility or hospital where patients are admitted for over 24 hours. An IPD of the hospital is generally equipped with beds, medical equipment and 24/7 availability of doctors and nurses.
IPD അഥവാ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ 24 മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ താമസിച്ച് ചികിത്സ ആവശ്യമായിട്ട് വരുന്ന രോഗികളെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചില കേസിൽ ഇപ്പോ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് ചിലപ്പോ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എമർജൻസി ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് കുറച്ചു നേരം കിടത്തും. 24 മണിക്കൂറൊക്കെയാണ് കൂടുതൽ കിടത്തുക. അപ്പൊ 24 മണിക്കൂർ കൂടുതൽ, അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പേഷ്യന്റ് സ്റ്റേബിൾ ആയിട്ടില്ല, ഓക്കെ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നേരെ അഡ്മിറ്റ് ആണ് ചെയ്യുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 24 മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ താമസിച്ച് ചികിത്സ ആവശ്യമായ രോഗികളെ താമസിപ്പിക്കുന്ന സ്ഥലമാണെന്ത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മാത്രമല്ല IPDയില്, ഹോസ്പിറ്റൽ IPDയില് നമുക്ക് ബെഡ്സ് കാണാനായിട്ട് സാധിക്കും. അതായത് കുറെ അധികം ബെഡുകൾ IPDയിൽ ഉണ്ടാവും അല്ലേ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം ബെഡുകളുള്ള സ്ഥലമല്ലേ? കാരണം രോഗികളെ കിടത്തി ചികിത്സിക്കാണ് അവിടെ കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ കിടത്തി ചികിത്സയ്ക്ക് എന്ത് വേണം? ബെഡ് വേണം അല്ലെ? അപ്പോ ധാരാളം ബെഡ്സ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്, അതായത് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടാകും. നെബുലൈസർ ഉണ്ടാകും അല്ലെ? സിഗ്മോ മാനോമീറ്റർ ഉണ്ടാകും. അതുപോലെ അതായത് കുറെ അധികം എക്യുപ്മെന്റ്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാകും അല്ലെ? അപ്പൊ ഇത്തരത്തിൽ ധാരാളം എക്യുപ്മെന്റുകൾ എവിടെ ഉണ്ടാവും? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. സിറഞ്ച് ഉണ്ടാകും, നീഡിൽസ് ഉണ്ടാവും, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 24x7 ആണ്. അതായത് 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും എവിടെ ഉണ്ടാവും? IPDയിൽ ഉണ്ടാകും. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാല് അടുത്ത ആള് ഡ്യൂട്ടിക്ക് കയറും അല്ലെ? അവിടെ ആബ്സെൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യമേ വരുന്നില്ല. അപ്പോ 24 ആഴ്ചയിൽ 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, the duration of stay will rely on severity of the patient illness. ഇനി ഈ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ആളുകള് താമസിക്കുന്നതിന്റെ ഒരു ഡ്യൂറേഷൻ അഥവാ കാലയളവ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്. അതായത് പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ആളുകൾ ഇവിടെ താമസിക്കുക. ചില പേഷ്യൻസ്, ഒരു സെക്കൻഡ് കേട്ടോ, ഓക്കെ. അപ്പൊ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? രോഗികള് ഈ ഡിപ്പാർട്ട്മെന്റിൽ താമസിക്കുക. ചില പേഷ്യൻസിന് പെട്ടെന്ന് റിക്കവർ ആകും, അവരെ അധിക ദിവസം താമസിപ്പിക്കേണ്ടി വരില്ല. ചിലപ്പോ 2, 3, 5 ദിവസം കടന്നു കഴിഞ്ഞാല് ചില പേഷ്യൻസ് ഓക്കെ ആവും, അപ്പൊ അവരെ ഡിസ്ചാർജ് ചെയ്യും. ഇനി മറ്റു ചില പേഷ്യൻസ് ആണെങ്കിൽ അവര് ചിലപ്പോ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഒരു 14 ദിവസമൊക്കെ കിടത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ചികിത്സിച്ച് ഭേദമാക്കുന്നത്. അപ്പോ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഇവരുടെ കാലയളവ്, അവരവിടെ താമസിക്കേണ്ട ഒരു കാലയളവ് അവിടെ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? 3 പോയിന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്മിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അഡ്മിഷൻ? It means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. അതായത് അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ താമസിക്കാൻ അനുവദിക്കുന്നതാണ് എന്ത്? അഡ്മിഷൻ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ക്ലയന്റ്, ഈ രണ്ട്, അതായത് ഒരു പേഷ്യന്റിനെ തന്നെ നമുക്ക് പറയാം, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്?
താമസിപ്പിക്കുന്നേ? ഫോർ ഒബ്സർവേഷൻ, അതായത് രോഗിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു രോഗിയുടെ രോഗം അദ്ദേഹം അതിൽ നിന്ന് മോചനം നേടുന്നതിന് ഒബ്സർവേഷന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ആ രോഗിയെ താമസിപ്പിക്കുന്നതാണെന്ത്? താമസിപ്പിക്കാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ഓക്കെയാണ്. വേണ്ട, ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. ഒരു രോഗിയെ ഒരു രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, ക്ലിയർ ആയിട്ട് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഒരു രോഗിയെ ഒരു രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിനും അന്വേഷണത്തിനും ചികിത്സയ്ക്കും വേണ്ടി അദ്ദേഹത്തെ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് എന്ത് പറയുന്നേ? അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ എനിക്കൊരു പനി വന്നു എന്ന് വിചാരിക്കുക. ആ പനിയിൽ നിന്ന് എനിക്ക് റിക്കവർ ആകണം, എനിക്കതിൽ നിന്ന് മോചനം വേണം. അപ്പൊ ഞാൻ ആ റിക്കവർ ആകുന്നതിന് എന്നെ എന്ത് ചെയ്യണം? അവർ ഒബ്സർവ് ചെയ്യണം. പിന്നെ എന്നിൽ പലതരത്തിലുള്ള, ചിലപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, അല്ലെ, എക്സ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവുക അതിന് വേണ്ടിയിട്ട്, ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ. അപ്പോ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, അതുപോലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? അവിടെ താമസിക്കാൻ അനുവദിക്കും. ഇതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ കൂടുതൽ എക്സാമ്പിൾ തരാൻ പറ്റില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. The next one, purpose of admission procedure. ഇനി അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് അഥവാ ഉദ്ദേശം എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, അതായത് എമർജൻസി ആയിട്ട്, അതായത് എത്രയും പെട്ടെന്ന് രോഗിക്ക് പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടിയന്തരമായിട്ട് രോഗിക്ക് പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഒരു പർപ്പസ്, ഒരു ഉദ്ദേശം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്, അതായത് പേഷ്യന്റിന് കംഫർട്ട് അതുപോലെ സേഫ്റ്റി, അതായത് പേഷ്യന്റിന് ഒരു ഫീല് വേണം, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ഓക്കെ ആകും എന്നുള്ളൊരു ഫീല് വേണം, അല്ലെ. അതായത് നമുക്കറിയാം ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മരിച്ചു പോകുമെന്നൊക്കെ വിചാരിക്കും, അല്ലെ. ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? അതായത് എത്ര മരുന്ന് കഴിച്ചിട്ടും, അഡ്മിറ്റ് ആകുന്നതിന് മുമ്പാണ് കേട്ടോ, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലല്ലേ നമ്മൾ അഡ്മിറ്റ് ആകുന്നത്, അല്ലെ. അപ്പോ ആ ഒരു സമയത്ത് അഡ്മിറ്റ് ആകുമ്പോൾ ആ രോഗിക്ക് ഉണ്ടാകുന്ന ഒരു കംഫർട്ടാണ്. കാരണം എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് എന്നെ അവർ ഓക്കെ ആക്കിയിട്ട് വിടുള്ളൂ എന്നുള്ളൊരു ഫീൽ വരും. ദാറ്റ് ഈസ് കംഫർട്ട്. അപ്പൊ അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ട് ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്നത് കംഫർട്ടാണ്. അതുപോലെ തന്നെ സേഫ്റ്റി, കാരണം ആ രോഗിക്ക് അറിയാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആളുകളുണ്ട്, കാരണം ചുറ്റും ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും ആ പേഷ്യന്റിന്. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് കംഫർട്ടും സേഫ്റ്റിയും കൊടുക്കുന്നു എന്ത്? അഡ്മിഷൻ. മൂന്നാമത്തെ പോയിന്റ് ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. അതുപോലെ തന്നെ രോഗാവസ്ഥ അനുസരിച്ച് അഡ്മിഷൻ ആവശ്യമായവരെ തിരിച്ചറിയുന്നു. ഓക്കെ, എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ചില ആളുകൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ടാകും, അതായത് രോഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ, അല്ലെ. അപ്പൊ ആരെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്, ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നതിന്. ചില പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചില പേഷ്യൻസ് വളരെ മൈൽഡ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെ. മൈൽഡ് ആയിട്ടുള്ള അസുഖമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടും അഡ്മിഷൻ പ്രൊസീജിയർ സഹായിക്കും. നാലാമത്തെ പോയിന്റ് ടു ബി റെഡി ഫോർ എനി എമർജൻസി സാഹചര്യങ്ങളിൽ സജ്ജമാകുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നു എന്ന് വിചാരിക്കാം.
നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് നമ്മള് ഡോക്ടേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ പേഷ്യന്റിനെ ചിലപ്പോ തിരിച്ച് വീട്ടിലേക്ക് വിടില്ല. കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് അതായത് മരുന്നൊക്കെ കൊടുത്ത് ചിലപ്പോ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടി ചില കാരണത്താൽ എന്ത് ചെയ്യാറില്ല, തിരിച്ച് വീട്ടിലേക്ക് വിടാറില്ല. എന്താ ചെയ്യാം ആ പേഷ്യന്റിനെ? നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നെന്ന് വിചാരിക്കുക, മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ആയി, പക്ഷെ വീട്ടിലേക്ക് വിടില്ല. എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ചെയ്യാമോ? എമർജൻസി കെയർ ആവശ്യമുള്ളത് കൊണ്ട്. കാരണം തിരിച്ചു പോയി കഴിഞ്ഞാല് ആ പേഷ്യന്റിന് വീണ്ടും എന്താ വരിക എന്ന് ചിലപ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ എമർജൻസി സാഹചര്യങ്ങൾ, പെട്ടെന്നെങ്ങാനും അദ്ദേഹത്തിന് വീണ്ടും നെഞ്ചുവേദന വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിടാതിരിക്കുന്നത്. അപ്പോ അഡ്മിഷൻ കൊടുക്കും അത്തരത്തിലുള്ള പേഷ്യൻസിന്. ഓക്കെ, അടുത്ത പോയിന്റ്, to obtain information about the client so as to establish a therapeutic nurse-patient relationship. അതുപോലെ തന്നെ രോഗിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം അഡ്മിഷൻ കൊടുക്കുമ്പോൾ, അതായത് സാധാരണ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നഴ്സിനെ കാണുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മളധികം ബന്ധവും കാര്യങ്ങളും ഒന്നും, അതായത് നമ്മളധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ ഒരു രോഗിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാർഡില് ഡ്യൂട്ടി ഉള്ള നഴ്സുമാരുണ്ടാകും, അവരുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ലേ? നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് പോരുന്നത് വരെ അവരുമായിട്ട് സംസാരിക്കും നല്ല രീതിയിൽ, അല്ല? അവരുടെ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയും, നമ്മൾ അങ്ങോട്ട് ചോദിക്കും, എന്താ പറയാ, സംസാരിക്കും, ചിലപ്പോൾ തമാശ പറയും, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ ഒരു നഴ്സും ഒരു രോഗിയും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഉപകാരപ്രദമാണ്. ഓക്കെ, പിന്നെ അപ്പൊ ഇത്തരത്തില് നഴ്സും അതുപോലെ തന്നെ പേഷ്യന്റും തമ്മിൽ ഒരു കണക്ഷൻ വരുമ്പോൾ പേഷ്യന്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാനാണ് നഴ്സ്. ഓക്കെ, അപ്പൊ അത്തരത്തില് ആരോഗ്യത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ, അതായത് ചികിത്സയിൽ പങ്കാളികളാവാനാണ്. ഓക്കെ, അപ്പൊ രോഗികളെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെയും ആ ഒരു ചികിത്സയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് ആണ്. അതായത് ആ ഒരു അഡ്മിഷൻ അവിടെ നടത്തുമ്പോൾ ആ പേഷ്യന്റിന്റെ ഫാമിലീസ് എന്ത് ചെയ്യാണ്, ആ പേഷ്യന്റിന്റെ ചികിത്സ എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, അതായത് രോഗിയെ നോക്കുന്നതില് രോഗിയുടെ ഫാമിലിയും കൂടി ഉൾപ്പെടുത്തുക, അതായത് പരിചരണം കൊടുക്കുക, കെയർ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മൾ വീട്ടിൽ കിട്ടുന്ന കെയർ ആയിരിക്കില്ല നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കെയർ, അല്ലെ? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ചില സമയത്ത് പറയുന്നത് എന്തായാലും അഡ്മിറ്റ് ആകണമെന്ന്? കാരണം ആശുപത്രിയിൽ കിട്ടുന്ന കെയർ നമുക്ക് ഒരിക്കലും വീട്ടിൽ കിട്ടില്ല. വീട്ടിൽ കിട്ടണമെങ്കിൽ അതുപോലുള്ള സാഹചര്യം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? ആശുപത്രി എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു ലോകമാണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പക്ഷെ നമുക്കത് വീട്ടിൽ കിട്ടില്ല, നമ്മുടെ വീട്ടിൽ അത്രയും അധികം ശ്രദ്ധിച്ചൊന്നും കൂടി വരില്ല അതിനെക്കുറിച്ച്, അല്ലെ? ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും എന്താണ് കുറച്ചും കൂടി നമ്മളൊന്ന് എന്താ പറയാ സൂക്ഷ്മമായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യുകയും, അതായത് ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും, അല്ലെ? അപ്പോ ആ ഒരു പരിചരണം രോഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഫാമിലിയിൽ നിന്ന് നല്ല രീതിയിലൊരു കെയർ രോഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ജസ്റ്റ് ഷോർട്ട് ആയിട്ട് ഏതാണ് ലാസ്റ്റ് പറഞ്ഞത്? പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയറോ? പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ ആണോ? അതെ. അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ്, അതായത് ഇമ്മീഡിയറ്റ് കെയർ രോഗിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന് കംഫർട്ടും സേഫ്റ്റിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ രോഗിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എമർജൻസിക്ക് റെഡിയാകുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ രോഗിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്ത് നഴ്സും രോഗിയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫാമിലിയെ രോഗിയുടെ ചികിത്സയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, പരിചരണത്തില് ഫാമിലിയെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. സൽവക്ക് മനസ്സിലായോ? അതെ മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തത്. അതിനകത്ത് നമ്മള് പറഞ്ഞ കാര്യം IPD ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പേഷ്യൻസിനെ എമർജൻസി കെയറിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ 24 മണിക്കൂറിൽ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന പേഷ്യൻസിനെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് താമസിപ്പിക്കുന്ന സ്ഥലവുമാണ് എന്ത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ രോഗികൾക്കുള്ള സേവനം എന്ന് പറയുന്നത് 24/7 ആണ്. ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറുമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ. ഓക്കെ, പിന്നെ ഇവിടെ രോഗികൾ താമസിക്കുന്നതിന്റെ കാലയളവ് എന്ന് പറയുന്നത് അത് രോഗത്തിന്റെ തീവ്രതയെ അനുസരിച്ചിട്ടാണ് കേട്ടോ. രോഗം കൂടിയ ആളുകള് ചിലപ്പോൾ കൂടുതൽ നാള് താമസിക്കേണ്ടി വരും. രോഗം കുറഞ്ഞിട്ടുള്ള ആളുകള് കുറച്ചു നാള് മാത്രമേ താമസിക്കേണ്ടി വരും. അപ്പൊ രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് ആളുകളുടെ കാലയളവും അവിടെ താമസിക്കുന്നതിന്റെ വ്യത്യാസപ്പെടും. ഓക്കെ, പിന്നെ പർപ്പസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ എന്ന് പറഞ്ഞു. ഏതെങ്കിലും രോഗത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട്, രോഗിയെ ഒബ്സർവ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് രോഗിയെ താമസിപ്പിക്കുന്നതാണ് എന്ത്, അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ OPD അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സ്പീഡിലൊന്നും പോകുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ, പിശകുകൾ വരികയാണെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ പറയണം കേട്ടോ. ടെക്നിക്കലായിട്ട് വരുന്ന ഇഷ്യൂ ആണത്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതൊന്ന് അറിയിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. എല്ലാ ദിവസത്തെയും മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ലൈവില് കയറുന്നവര്. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, വെള്ളിയാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു.